നേപ്പാൾ ഹിന്ദുരാഷ്ട്രമായി പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം ശക്തമാവുന്നു. അഴിമതി സർക്കാരിനെ പുറത്താക്കണമെന്നും രാജഭരണം ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് പതിനായിരങ്ങളാണ് തെരുവിലിറങ്ങിയത്. കാഠ്മണ്ഡു ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. ജനസംഖ്യയുടെ ബഹുഭൂരിപക്ഷം ഹിന്ദു സമൂഹമുള്ള നേപ്പാൾ ഹിന്ദുരാഷ്ട്രമായി പുനഃസ്ഥാപിക്കണമെന്ന് കഴിഞ്ഞ കുറച്ചുകാലമായി ആവശ്യമുയർന്നിരുന്നു. അഴിമതി സർക്കാരിനെ പുറത്താക്കണമെന്നും ഹിന്ദുരാഷ്ട്രം പുനഃസ്ഥാപിച്ച് രാജഭരണം ഏർപ്പെടുത്തണമെന്നും മുദ്രാവാക്യം മുഴക്കി കഴിഞ്ഞ ദിവസം പതിനായിരക്കണക്കിന് ആളുകൾ കാഠ്മണ്ഡുവിലും സമീപ പ്രദേശങ്ങളിലും തെരുവിലിറങ്ങി. നേപ്പാളിന്റെ ദേശീയ പതാകയേന്തിയും മുൻ രാജാവ് ജ്ഞാനേന്ദ്ര ഷായുടെ ചിത്രങ്ങൾ ഉയർത്തിയുമായിരുന്നു പ്രതിഷേധം. മുൻപ് രാജഭരണകാലത്തുണ്ടായിരുന്ന ക്ഷേമ പദ്ധതികളും വികസനവും പോലും നിലവിലുണ്ടാകുന്നില്ലെന്നും സർക്കാർ പൊതുപണം കൊള്ളയടിക്കുകയാണെന്നുമാണ് പ്രതിഷേധക്കാരുടെ വാദം. 2008 രാജഭരണം അവസാനിച്ചതിന് ശേഷം നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നേപ്പാളി കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണയോടുമുള്ള സർക്കാരുകൾ മാറി മാറി ഭരിച്ചെങ്കിലും സുസ്ഥിരമായ ഭരണം നടത്താൻ ആർക്കും സാധിച്ചിട്ടില്ലെന്നുമാണ് വിമർശനം. രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടിയും ജനങ്ങളുടെയും നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞത് സംഘർഷത്തിന് കാരണമായി. പോലീസ് കണ്ണീർ വാതകവും റബ്ബർ ബുള്ളറ്റും പ്രയോഗിച്ചു. 50-ലധികം പേർക്ക് പരിക്കേറ്റു. 2 പേർ കൊല്ലപ്പെട്ടു. ടിങ്കുനെ, സിനമംഗൽ, കൊട്ടേശ്വർ തുടങ്ങിയ പ്രദേശങ്ങളിൽ കർഫ്യൂ ഏർപ്പെടുത്തി. ജനം, ഡൽഹി.